ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീനെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? റെസിഡൻ്റ് ആവാം, അതായത് റെസിഡൻ്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആവാം, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം. ഏത് സിറ്റുവേഷനിലാണ് ഒരു HUF റെസിഡൻ്റ് ആവാൻ നോക്കാം. HUF is resident if the control and management of its affairs is situated wholly or partly in India during the relevant previous year. നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2019-20 വർഷത്തിലെ HUFൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഹോളി ഓർ പാർട്ട്ലി മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, കർത്ത എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും മൂത്ത കാരണവർ, ഓർ നമുക്കതിനെ മാനേജർ എന്നും പറയാം. മാനേജർ സാറ്റിസ്ഫൈ ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻസ് അപ്ലിക്കബിൾ ടു ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള 2 അഡീഷണൽ കണ്ടീഷൻസ് നമുക്കറിയാം. 2 out of 10 years ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ. ഏത് വർഷങ്ങളിലാണ്? പ്രീവിയസ് ഇയറിൻ്റെ മുമ്പത്തെ 10 വർഷങ്ങളിലായിട്ട് 2 വർഷമോ, 730 days out of 7 years പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. ഈ 2 അഡീഷണൽ കണ്ടീഷൻസും കൂടി ഫുൾഫിൽ ചെയ്താൽ നമുക്ക് അത്തരം HUFനെ റെസിഡൻ്റ് എന്ന് പറയാം. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതായത് വല്ല ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സൊക്കെ എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം, ഹോളി ആയിട്ട് അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ടെങ്കിലും. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. എ HUF ഈസ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് when the control and management of its affairs is situated wholly or partly in India, but Karta of HUF does not satisfy the additional conditions. 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ അത്തരം HUF നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവും. നോൺ റെസിഡൻ്റ് ആവുക എപ്പോഴാണ്? HUF നോൺ റെസിഡൻ്റ് ആവുക കൺട്രോളും മാനേജ്മെൻറ്റും ഈ സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ, മുഴുവനായിട്ടും ഇന്ത്യയുടെ പുറത്താണ് അതിൻ്റെ കൺട്രോൾ എങ്കിൽ അതെന്താണ്? ഇത് നോൺ റെസിഡൻ്റ് ആണ്. പിന്നെ നിങ്ങൾ അഡീഷണൽ കണ്ടീഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇൻ ഗുജറാത്ത് carries on the business of export of textile goods to Dubai, and for this purpose it has an office in Dubai which is managed by the younger brother of Karta. Karta resides in India permanently but visits Dubai occasionally. Policy decisions are taken by കർത്ത. 2 കാര്യം നോക്കേണ്ടത്, കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അഫയേഴ്സ് പാർട്ട്ലി ഒരു ഹോളി ഇന്ത്യയിലാണോ? കർത്ത 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണ്ടോ? ആദ്യത്തെ കാര്യം എന്ന് പറയച്ചാൽ ഇത് ബിസിനസ് നടത്തുന്നത് ഗുജറാത്തിൽ വെച്ചിട്ടാണ്, അങ്ങോട്ട് ഗുഡ്സ് കയറ്റി അയക്കണം. അപ്പോൾ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് അഫയേഴ്സ് എവിടെയാണ്? ഇന്ത്യയിലാണ്. രണ്ടാമത്തെ കാര്യം, കർത്ത പെർമനൻ്റ്ലി ഇന്ത്യയിൽ താമസിക്കുന്നത്, ഇടയ്ക്ക് മാത്രമേ വിദേശത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഈ HUF ഒരു എന്താണ്? റെസിഡൻ്റ് ആണ്. അടുത്തത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇവരുടെയൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ നോക്കാം. ഇനിയുള്ള എല്ലാ കാറ്റഗറിക്കും 2 ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവാം. അവർക്ക് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനേ ഇല്ല. എപ്പോഴാണ് റെസിഡൻ്റ് ആവുക? എ ഫേം AOP or BOI ഈസ് റെസിഡൻറ്റ് ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. കൺട്രോളും മാനേജ്മെൻറ്റും മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ അതിനെ റെസിഡൻ്റ് എന്ന് പറയാം. കൺട്രോളും മാനേജ്മെൻറ്റും ഈ സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ, മുഴുവനായിട്ടും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതിനെ നോൺ റെസിഡൻ്റ് എന്ന് പറയാം. അപ്പോൾ എന്തില്ല? നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നുള്ളൊരു കാറ്റഗറി ഇവിടെ ഇല്ല. അടുത്തത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി. ഒരു കമ്പനീനെ 2 ആയിട്ടാണ് തരംതിരിക്കുക. ഇന്ത്യൻ കമ്പനി, ഫോറിൻ കമ്പനി. ഇന്ത്യൻ കമ്പനി എപ്പോഴും എന്തായിരിക്കും? റെസിഡൻ്റ് ആയിരിക്കും. കാരണം അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇനി അതുപോലെ അത് നാട്ടിൽ തന്നെയായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ കമ്പനി എപ്പോഴും റെസിഡൻ്റ് ആവുക. ഫോറിൻ കമ്പനിക്ക് 2 ആവാം. ഒന്നല്ലെങ്കിൽ റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ അതിന് നോൺ റെസിഡൻ്റ് ആവാം. അതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ നമുക്കതിനെ റെസിഡൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അതിന് നമുക്ക് നോൺ റെസിഡൻ്റ് എന്ന് പറയാം. എന്നിട്ട് ആ കണ്ടീഷൻസ് എഴുതി നോക്കിയൊക്കെ. എ കമ്പനി സെറ്റ് ടു ബി റെസിഡൻറ്റ് ഇഫ് ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കമ്പനി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ദി ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതെ,
ഒരു കമ്പനിയുടെ റെസിഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കണം, ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അതിൻ്റെ മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. അതായത് ഇന്ത്യൻ കമ്പനീസ് ആർ ഓൾവേസ് റെസിഡൻറ്റ്. അത് നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ കമ്പനി എപ്പോഴും റെസിഡൻറ്റ് എന്ന് പറയാം. ഞാൻ ആ ചിത്രം വരച്ചതൊന്ന് നോക്കിയാൽ മതി. നോൺ ഇന്ത്യൻ കമ്പനീസ് റെസിഡൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്തായിരിക്കണം, ഇന്ത്യയിലായിരിക്കണം. ഇനി എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവുക? എ കമ്പനി സെറ്റ് ടു ബി നോൺ റെസിഡൻറ്റ് ഇഫ് ഇറ്റ് ഈസ് എ നോൺ ആൻ ഇന്ത്യൻ കമ്പനി. ഇത് ഫോറിൻ കമ്പനീനെ നമ്മൾ നോൺ റെസിഡൻറ്റ് പറയുക. അതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അടുത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എവറി അതർ പേഴ്സൺ. മറ്റുള്ള ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്, ടെമ്പിൾ, അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, യൂണിവേഴ്സിറ്റി, അതൊക്കെ അതിൻ്റെ കാര്യം പറഞ്ഞത്. അത് റെസിഡൻ്റ് ആവണമെങ്കിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. നോൺ റെസിഡൻ്റ് ആവണമെങ്കിൽ ഈ കൺട്രോളും മാനേജ്മെൻറ്റും ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ, വിദേശത്താണെങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ടാക്സ് ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്കതിനെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയും. ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി assessee. In other words, assessee's tax liability depends to a great extent on the residential status of the assessee. ഒരു വ്യക്തിക്ക് ടാക്സ് കൊടുക്കണമെങ്കിൽ, അതായത് അയാളുടെ ടാക്സ് ലയബിലിറ്റി എന്തിനെ ആശ്രയിച്ചിരിക്കും? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ആശ്രയിച്ചിരിക്കും. ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവാം, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം. ഇത് ആശ്രയിച്ചിരിക്കും അയാൾ ഒരു സിറ്റുവേഷനിൽ ടാക്സ് കൊടുക്കണോ ടാക്സ് കൊടുക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻകത്തിനെ പല തരത്തിലുള്ള ഇൻകമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. മെയിനായിട്ട് 4 തരത്തിലുള്ള ഇൻകമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്. ഇൻകം റിസീവ്ഡ്. Income received means receipt of income for the first time. If the income received in New York is subsequently remitted to India, it is income received outside India. Okay, similarly, income received in India is subsequently sent to Sri Lanka, it is income received in India. എന്താണ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയുള്ള പ്രോബ്ലം ചെയ്യാം. അതായത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻകം കിട്ടുന്നത് എവിടെയാണോ ആ സ്ഥലത്താണ് അത് ഇൻകം റിസീവ്ഡ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറയണത് എന്താ? ന്യൂയോർക്കിൽ ഇൻകം റിസീവ് ചെയ്തു എന്ന് വിചാരിക്കും. എന്നിട്ട് ആ ഇൻകം ഇന്ത്യയിലേക്ക് അയച്ചു, റെമിറ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ല. അതെവിടെയാണ് റിസീവ് ചെയ്ത്? ഫസ്റ്റ് റിസീപ്റ്റ് അതിൻ്റെ എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ ന്യൂയോർക്ക് ആൻഡ് ദെൻ റെമിറ്റഡ് ടു ഇന്ത്യ. ഇനി ചിലപ്പോൾ ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ശ്രീലങ്കയിലേക്കോ കാനഡയിലേക്കോ എവിടേക്കെങ്കിലും അത് അയക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ഇറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ദെൻ റെമിറ്റഡ് ടു ശ്രീലങ്ക ഓർ കാനഡ. അപ്പോൾ ഫസ്റ്റ് റെസിപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഫസ്റ്റ് റെസിപ്റ്റ് ഏത് രാജ്യത്താണോ ആ രാജ്യത്താണ് അത് ഇൻകം റിസീവ്ഡ് ആയിട്ട് കണക്കാക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. എന്താണ് ഈ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ? ദിസ് മീൻസ് ഇൻകം വിച്ച് ഈസ് നോട്ട് ആക്ച്വലി റിസീവ്ഡ് ഇൻ ഇന്ത്യ ബട്ട് കൺസിഡേർഡ് ആസ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ സാധ്യതയുള്ള എവിടെയാണ്? ഇന്ത്യയിലാണ്. അതാണ് ഡീം ടു ബി റിസീവ്ഡ്. അതിൻ്റെ എക്സാമ്പിളാണ് ആനുവൽ എക്രീഷൻ, ഇൻക്രീസ് ടു ദി ബാലൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫ് ആൻ എംപ്ലോയി. അതായത് കൊല്ലം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് വരുന്ന ആനുവൽ എക്രീഷൻ. അതുപോലെ ഇന്ത്യൻ കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡിവിഡൻഡ് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിലും എന്താ, അത് ഇന്ത്യയിൽ കിട്ടിയ പോലെ തന്നെയാണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ആ നമ്മുടെ ശമ്പളത്തിനാണ് ടാക്സ് പിടിക്കുന്നത്. ആ ഇൻകം നമ്മുടെ ഇൻകം തന്നെയാണ്, അത് ഇന്ത്യയിൽ കിട്ടിയ പോലെ തന്നെയാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആഫ്റ്റർ 2004 ശേഷമുള്ള എംപ്ലോയർ നമ്മുടെ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ഇൻകമായിട്ടാണ് കാണിക്കുക. ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. അടുത്ത് ഇൻകം വിച്ച് എക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എക്രൂ ചെയ്തിട്ടുള്ളതാണ്, ഇവിടെ എറൈസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഏതൊക്കെയാണ്? ഇൻകം ഈസ് സെറ്റ് ടു എക്രൂ ഓർ എറൈസ് വെൻ അസസി ഒബ്റ്റെയിൻസ് ദി റൈറ്റ് ടു റിസീവ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, എനി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇറ്റ് മീൻസ് ഇൻകം ഇറ്റ് ഈസ് ഏൺഡ് ഇൻ ദി പ്രീവിയസ് ഇയർ. ഡിബഞ്ചറിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്, അതെന്താണ്? ഇന്ത്യയിൽ എക്രൂ ചെയ്ത് എറൈസ് ചെയ്തല്ലേ, അതാണ്. 4ാമത്തെ കാറ്റഗറി. ഇനി ഇൻകം ഡീം ടു എക്രൂ ഓർ എറൈസ് ഇന്ത്യ. ഡീം ടു എക്രൂ ഓർ എറൈസ് ഇന്ത്യ ഇവിടെ വരാൻ സാധ്യതയുള്ള പോലത്തെ
ഇറ്റ് മീൻസ് ദ ഇൻകം ഹാസ് ആക്ച്വലി നോട്ട് എക്രൂഡ്. ശരിക്കും എക്രൂ ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് ഡീം ടു എക്രൂ. ഇവിടെ എക്രൂ ചെയ്യാൻ തന്നെയാണ് അതിന് സാധ്യത. അതിൻ്റെ എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. ഇൻകം ഫ്രം എനി ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി ആവാം, സാലറി ഏൺഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് വർക്ക് ഇന്ത്യയിൽ ചെയ്തു, പക്ഷേ വിദേശത്താണ് അതിൻ്റെ കാശ് കിട്ടണമെങ്കിൽ എന്താ, പക്ഷേ ആ ഇൻകം സാലറി ഏൺ ചെയ്യുന്ന എവിടെയാണ്, ഇന്ത്യയിലത്തെ ജോലിക്കാണ്. അപ്പോൾ അത് ഇറ്റ് ഈസ് ഡീം ടു ബി എക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ദെൻ സാലറി പേയബിൾ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ സർവീസ് റെൻഡേഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒരാൾ വിദേശത്താണ് സർവീസ് ചെയ്യാൻ പോയത്. ഓക്കെ, അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണല്ലോ. ആ ഇൻകം ഇവിടെ ഡീം ടു എക്രൂ ഓർ അറൈസ് ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ബൈ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷേ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഔട്ട്സൈഡാണ്. പക്ഷേ ഇന്ത്യൻ കമ്പനി ആകുമ്പോൾ കൺട്രോളും മാനേജ്മെൻറ്റും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഡിവിഡൻ്റാണ്, അപ്പോൾ അത് ഇവിടുത്തെ ഇൻകമായിട്ടാണ് കൂട്ടുക. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ മണി ബോറോഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് കാശ് കടം മേടിച്ചിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലത്തെ കാശായിട്ടാണ് കണക്ക് കൂട്ടുക. റോയൽറ്റി പേയബിൾ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് പേയബിൾ ബൈ ദി ഇന്ത്യൻ ഗവൺമെൻറ്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും ടെക്നിക്കൽ സർവീസൊക്കെ ചെയ്ത് അവർക്ക് ഫീസ് കൊടുത്താൽ അത് ഇന്ത്യയിൽ ഡീം ടു എക്രൂ ഓർ എറൈസ് ആണ്. ഇതൊന്നും ഇപ്പോൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി പ്രോബ്ലം ചെയ്യാൻ ഈ ഒരു ഇൻകം കണ്ടു കഴിഞ്ഞാൽ അത് റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണോ, എക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ ആണോ, ഡീം ടു എക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ ആണോ, ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണോ എന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി താഴെ കാണുന്ന ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് പഠിച്ച് തറുവായെങ്കിൽ മാത്രമേ റെസിഡൻഷ്യൽ ഇൻസിഡൻസ് ഓഫ് ടാക്സും ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേബിൾ തറവെക്കുക എന്നാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ആ ടേബിൾ എന്താ നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഇൻഡിവിജ്വല് റെസിഡൻ്റ് ആവാം, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം. അപ്പോൾ നിങ്ങൾ ആ ടേബിളിൽ താഴെ കണ്ടില്ലേ 3 ഹെഡിങ്, റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി, നോൺ റെസിഡൻറ്റ്. അതും ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി, ടാക്സ് കൊടുക്കണോ വേണ്ടേ. ആ ലാസ്റ്റ് 3 കോളത്തിൻ്റെ ഉള്ളിൽ കണ്ട ടാക്സബിൾ ടാക്സബിൾ താഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ചില സ്ഥലത്ത് നോട്ട് ടാക്സബിൾ എന്ന് കാണാം. അതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 8 പോയിൻ്റാണുള്ളത്. 8 പോയിൻറ്റും പഠിക്കുക. അതിൻ്റെ ടാക്സ് ലയബിലിറ്റി പഠിച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എത്രയാണ്? ഇൻകം ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള ഇൻകം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു വ്യക്തി ഇൻഡിവിജ്വല് റെസിഡൻ്റ് ആയാലും നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും എന്താണ് അയാൾക്ക് കിട്ടുന്ന ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആ കാറ്റഗറിയിൽ പെടുന്ന ഇൻകം ആണെങ്കിൽ 3 ആൾക്കാരും ടാക്സ് കൊടുക്കണം. അതാണ് ടാക്സബിൾ ടാക്സബിൾ ടാക്സബിൾ. രണ്ടാമത്തെ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയുള്ള ഡീം ടു ബി റിസീവ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് റിസീവ്ഡ് ആണ്, രണ്ടാമത്തെ ഡീം ടു ബി റിസീവ്ഡ് ആണെങ്കിലും 3 കോളത്തിലും ടാക്സബിൾ ടാക്സബിൾ ടാക്സബിൾ. അപ്പോൾ ഒരു 5000 രൂപയാണെന്ന് വിചാരിക്കൂ. ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ 5000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? 3 കോളത്തിലും 5000 5000 5000 എന്ന് എഴുതണം. അടുത്തത് ഇൻകം എക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. അപ്പോൾ അതെന്താണ്? ടാക്സബിൾ ടാക്സബിൾ ടാക്സബിൾ. ഡീം ടു എക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ അതും 3 കോളത്തിലും ടാക്സബിൾ. അപ്പോൾ നമ്മൾ നേരത്തെ തിയറിയിൽ പഠിച്ച 4 തരത്തിലുള്ള ഇൻകം എന്താണ്? 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്കും അത് ടാക്സബിൾ ആണ്. ഇനി അടുത്തത് 5ാമത്തേന് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം പഠിച്ചാൽ മതി. ആദ്യത്തെ 4 ഒരേ കാറ്റഗറിയിലെ വരിക, 3 കോളത്തിലും ടാക്സബിൾ. 5ാമത്തെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ബിസിനസ് ഓർ പ്രൊഫഷൻ എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ്. ബട്ട് കൺട്രോൾ ഫ്രം ഇന്ത്യ ഓർ സെറ്റപ്പ് ഇൻ ഇന്ത്യ. അതിൻ്റെ കൺട്രോൾ ഇന്ത്യയിലാണെങ്കിൽ ആദ്യത്തെ 2 കളിയിലത്തെ ആൾക്കാർക്ക് മാത്രമേ ടാക്സ് കൊടുക്കുള്ളൂ. 3ാമത്തെ കളിയിലേക്ക് എന്ത് വേണ്ട? ടാക്സ് കൊടുക്കണ്ട. ഒരു 10,000 രൂപയെന്ന് വിചാരിക്കൂ. എന്ത് ഈ ടൈപ്പ് ഓഫ് ഒരു ഇൻകം ഉണ്ട്. ബിസിനസ്സോ പ്രൊഫഷനോ ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പക്ഷേ കൺട്രോൾ ഇന്ത്യ ആണെങ്കിൽ. അപ്പോൾ ആ ആൾ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണം 10,000. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ 10,000 ടാക്സ് കൊടുക്കണം. അതിൽ നോൺ റെസിഡൻ്റ് ആകുമ്പോൾ നിൽ. അവിടെ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഡാഷ് ഇടുക ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 6ാമത്തെ കാറ്റഗറി ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. പക്ഷെ എന്താ വ്യത്യാസം?
കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ബിസിനസ്സോ പ്രൊഫഷനോ ഔട്ട്സൈഡാണ്, കൺട്രോളും ഔട്ട്സൈഡാണെങ്കിൽ ആദ്യത്തെ റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിൾ ഉള്ളൂ, ബാക്കി 2 പേർക്കും അത് നോട്ട് ടാക്സബിൾ. ഓൾ അതർ ഇൻകംസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇൻകം റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിൾ, ബാക്കി 2 പേർക്കും ടാക്സ് കൊടുക്കണ്ട. ലാസ്റ്റ് പോയിന്റ്, ഇൻകം റിസീവ്ഡ് ഓർ എക്രൂ ഓർ അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഒക്കെ ഇന്ത്യക്ക് പുറത്താണ് ഇൻകം ഉണ്ടായിരിക്കുന്നത്. ഇൻ ദ ഏർലി ഇയേഴ്സ്, പണ്ട് ഉണ്ടായിട്ടുള്ള ഇൻകമാണ്, ബട്ട് ലേറ്റർ ഓൺ റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിൽ അത് പണ്ടുണ്ടായി എനിക്ക് ഇങ്ങോട്ട് റെമിറ്റ് ചെയ്താൽ 3 ആൾക്കും എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. പിന്നെ ഇത്രയും മതി. ഒരു കാര്യം കൂടി നോക്കാം. ആ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം വീണ്ടും നിങ്ങൾ പഠിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട, അത് നോക്കണ്ട. ലാസ്റ്റത്തെ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് അസസി അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വെൻ കമ്പ്യൂട്ടിംഗ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി ഹു ഇസ് എ റെസിഡൻറ്റ്, നോട്ട് ടോട്ടലി റെസിഡൻറ്റ്, നോൺ ദ ഫോളോയിങ് ഇൻകംസ് ആർ നോട്ട് ഇൻക്ലൂഡ് എക്സെംപ്റ്റഡ് ഇൻകംസ്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ക്വസ്റ്റ്യൻ തന്നാൽ അതൊക്കെ എക്സെംപ്റ്റഡ് ഇൻകം വെറുതെ നില്ലിട്ട് വെച്ചാൽ മതി. ഒരു കോളത്തിനും എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. ഒന്ന്, ഡിവിഡൻഡ് റിസീവ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി അപ് ടു 10 ലക്ഷം വരെ. ഡിവിഡൻഡ് ഓഫ് ഇന്ത്യൻ കമ്പനി എപ്പോഴും എക്സെംപ്റ്റ് ആണ്. അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ എക്സെംപ്റ്റ് ആണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം എക്സെംപ്റ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF എക്സെംപ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എക്സെംപ്റ്റ്. ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് എക്സെംപ്റ്റ്. ഇത്രയും 6 ഐറ്റം എക്സെംപ്റ്റ് ആണെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഡേ വി വിൽ സോൾവ് ദി പ്രോബ്ലം.